ജനപ്രിയ ഇൻസ്റ്റന്റ് സോഷ്യൽ മീഡിയ മെസ്സേജിംഗ് ആപ്പായ വാട്സാപ്പിൽ പുതിയ ഫീച്ചർ അവതരിപ്പിക്കാൻ മെറ്റ. വാട്സാപ്പിൽ പരസ്യങ്ങൾ കാണിക്കാനാണ് തീരുമാനം. ആപ്പിന്റെ പുതിയ അപ്ഡേറ്റിൽ സ്റ്റാറ്റസ് സെക്ഷനിൽ പരസ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. സമീപകാലത്തായി വാട്സാപ്പിൽ വരുന്ന പ്രധാനപ്പെട്ട അപ്ഡേറ്റാണിത്. ഔദ്യോഗിക വാട്സാപ്പ് ബ്ലോഗിലൂടെയാണ് കമ്പനി പുതിയ അപ്ഡേഷനെ കുറിച്ച് അറിയിച്ചത്. ചാനൽ സബ്സ്ക്രിപ്ഷൻ, പ്രൊമോട്ടഡ് ചാനലുകൾ, സ്റ്റാറ്റസിനിടയിൽ പരസ്യം എന്നിങ്ങനെ 3 അപ്ഡേഷനുകളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. പരസ്യത്തിലൂടെ വരുമാനം നേടുക എന്ന നിലയിലേക്ക് വാട്സാപ്പ് മാറുന്നതായാണ് ഈ നീക്കത്തെ വിലയിരുത്തപ്പെടുന്നത്. ഉപയോക്താക്കൾക്കും മെറ്റയ്ക്കും ഒരുപോലെ വരുമാനം നൽകുന്ന സംവിധാനമാണിത് എന്നാണ് വിലയിരുത്തലുകൾ. സൗജന്യമാണെങ്കിലും വാട്സാപ്പിൽ ഇതുവരെ പരസ്യങ്ങൾ കാണിച്ചിരുന്നില്ല. മെസ്സേജിംഗ് സേവനം ഉപയോഗിക്കുന്ന കോടിക്കണക്കിന് ആളുകളെ ഉപയോഗിച്ച് പുതിയ വരുമാന സ്രോതസ് കണ്ടെത്താനാണ് മെറ്റ പ്ലാറ്റ്ഫോമിന്റെ പുതിയ നീക്കം. വാട്സാപ്പിലെ വ്യക്തിഗത സന്ദേശമയക്കൽ പ്രക്രിയയിൽ മാറ്റങ്ങളൊന്നും വരുന്നില്ല. വ്യക്തിഗത സന്ദേശങ്ങളും കോളുകളും സ്റ്റാറ്റസുകളും എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റ് ചെയ്തിട്ടുള്ളതിനാൽ അവ പരസ്യങ്ങൾ കാണിക്കാൻ ഉപയോഗിക്കില്ല, വാട്സാപ്പ് ബ്ലോഗ് പോസ്റ്റിൽ പറഞ്ഞു. വാട്സാപ്പ് ചാനൽ ഉടമകൾക്ക് പരസ്യത്തിലൂടെ വരുമാനം ലഭ്യമാക്കാനുള്ള ഫീച്ചറും പുതുതായി എത്തും. പേ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഓപ്ഷനും അപ്ഡേറ്റിലുണ്ടാകും. പ്രതിമാസ ഫീസ് നൽകിയാൽ ഉപയോക്താക്കൾക്ക് എക്സ്ക്ലൂസീവ് ഉള്ളടക്കത്തിലേക്ക് പ്രവേശനം ലഭിക്കും. പരസ്യത്തിന് പുറമെ ചാനൽ സബ്സ്ക്രിപ്ഷൻ ഫീച്ചറും അവതരിപ്പിക്കുന്നുണ്ട്. ഉപയോക്താക്കൾക്ക് മാസം തോറും നിശ്ചിത തുക നൽകി അവർക്കാവശ്യമുള്ള ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യാം. കണ്ടന്റ് വിസിബിലിറ്റി കൂടുന്നതിന് പ്രൊമോട്ട് ചെയ്യുന്ന ചാനലുകൾ എക്സ്പ്ലോർ സെക്ഷനിൽ ചേർക്കാൻ കഴിയും. വാട്സാപ്പ് നൽകുന്ന വിവരപ്രകാരം ഇത്തരം പരസ്യങ്ങൾ ഉപയോക്താവിന്റെ ഭാഷ, സ്ഥലം അല്ലെങ്കിൽ രാജ്യം, ഫോളോ ചെയ്യുന്ന ചാനലുകൾ തുടങ്ങി പരിമിതമായ വിവരങ്ങൾ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. മെറ്റ അക്കൗണ്ട് സെന്ററുമായി വാട്സാപ്പ് ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഉപയോക്താവിന് ലഭിക്കുന്ന പരസ്യത്തെ സ്വാധീനിക്കും. എന്നാൽ ഉപയോക്താവിന്റെ ഫോൺ നമ്പർ പരസ്യദാതാവിന് നൽകില്ലെന്ന് ഉറപ്പു നൽകുന്നുമുണ്ട്. ഒപ്പം പേഴ്സണൽ മെസ്സേജുകളോ കോളുകളോ ഒന്നും പരസ്യത്തെ സ്വാധീനിക്കുകയില്ല. വാട്സാപ്പിൽ പരസ്യം കൊണ്ടുവരുന്നതിനായി വർഷങ്ങളായി മെറ്റ ആലോചിക്കുന്നുണ്ട്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്നായി $160 ബില്യൺ മെറ്റ പരസ്യം വഴി കഴിഞ്ഞ വർഷം നേടിയത്. ഇതായിരിക്കാം പുതിയ ഫീച്ചർ വാട്സാപ്പിലും അവതരിപ്പിക്കാൻ മെറ്റയെ പ്രേരിപ്പിച്ചിരിക്കുന്നത്.